ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം. ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. പാതയിൽ മെഴുതിരി നാളമായി തെളിയുന്ന സത്യമേ ഉലകിൻ്റെ നിത്യതേ. നാദമായി രൂപമായി വിശ്വതേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർദ്ദലന്റെ മിത്രമായി പ്രാർത്ഥന കേൾക്കുമോ? ഈ അർത്ഥന കാണുമോ? അഭയമേശുവിനനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം. പതിതന്റെ പാട്ടിലും പരിശുദ്ധ ഭാവമായി നിറയുന്ന പുണ്യമേ പരമദയാനിധേ. ത്യാഗമായി സ്നേഹമായി ഏകരക്ഷാമാർഗമായി പാപ എല്ലാവരുടെയും ശ്രദ്ധ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. മന്ദിരായ വൈദിക സെക്രട്ടറി, ഈ വിശുദ്ധ കൂദാശയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഏറെ സന്തോഷകരമാകുന്ന ഒരു മുഹൂർത്തത്തിലേക്കാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട ലിസന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിലെ വലിയൊരാഗ്രഹം സർവശക്തനായ ദൈവം ഇന്നേ ദിവസം നിറവേറ്റുകയാണ്. തലയായിക്കുവാൻ മനോഹരമായ ഒരിടം ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നു. ആലോചിതമായി അതുപോലെ തന്നെ അതിലൊക്കെ ചേർന്ന ഒരു ഭവനമായിരുന്നെങ്കിൽ ഇന്ന് ഇത് ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ സ്തോത്രവും പ്രാർത്ഥവും പുകഴ്ചയും മനുഷ്യരും ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നിങ്ങൾ പ്രവേശിക്കുന്ന സകല ഭവനങ്ങൾക്കും സമാധാനം ആശംസിപ്പിക്കുമെന്ന് തിരുവായി മൊഴിഞ്ഞവനായ കർത്താവ് യേശുവിന്റെ നിനക്ക് ദൂരസ്ഥരെ സുരക്ഷിതരായി പരിപാലിക്കുകയും
രോഗികളെ സന്ദർശിക്കുകയും വാങ്ങിപ്പോർക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇതിൽ നിവസിക്കുന്നവരെ നിന്റെ സത്യത്തിലുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദൈവം കൊണ്ട് നിറയ്ക്കണമേ. ഈ ഭവനം ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം പരിശുദ്ധ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. അവിടുന്ന് തന്നെ ബഹുമാനിൽ അവിടുന്ന് ഇറങ്ങി വന്ന് വൃക്ഷത്തണലിൽ വിശ്രമിച്ചു. പർദീസാല വൃക്ഷങ്ങളെ നട്ടവനെ പോലെ ചെയ്തു. അവിടുത്തെ മഹനീയതകൾ പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വദാസനെ അബ്രഹാം വിളമ്പിക്കൊടുത്തവ വിസ്മയകരമാവിധം ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായ സാറയും അവന്റെ സമ്പാദ്യങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭക്തരണഞ്ഞൊരു ഭവനം വിശ്വാസമതും നൽകിയിടേ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമശീഹായുടെ പരിശുദ്ധായ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമശീഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന്റെ രക്ഷയും വീണ്ടെടുപ്പും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ രക്ഷാകര സുവിശേഷത്തിൽ നിന്ന് ഇപ്രകാരം സംഭവിച്ചു. സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നീരസപ്പെട്ട് ഇവൻ പാപിയായ മനുഷ്യരുടെ ഭവനത്തിൽ ചെന്ന് പാർക്കുണ്ടായിരിക്കട്ടെ. മക്കളിലും കൂടം വീട്ടിൽ പ്രാർത്ഥിപ്പതിനായി അവനെ ശുദ്ധീകരണത്തുള്ള തളിപ്പായി തീരുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധവാടിയും നാമത്തിൽ ഈ ജലം അനുഗ്രഹിക്കപ്പെട്ട് ആശീർവദിക്കപ്പെട്ട് വെളിപ്പാക്കപ്പെടുന്നു. വാഴ്ത്തുക ഈ ഭവനത്തെ മാതാവും ശുദ്ധന്മാരും അർപ്പിക്കുന്നു. ജീവനുള്ള വിശുദ്ധവാടിയ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് ആശീർവദിക്കപ്പെട്ട് വെളിപ്പാക്കപ്പെടുന്നു. ഭസ്മദാബോ ഉദാബരോ വദരുഹു ഹയുകദിസു നാമത്തിൽ ജീവനുള്ള ജീവിക്കുന്നതായ ശ്രീമാരുടെ അടയാളത്താൽ ഈ ഭവനം എന്നേക്കുമായി വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ശുദ്ധീകരിക്കപ്പെട്ട് മുദ്രവത്തപ്പെടുന്നു. ശ്രീപാടെ അടയാളത്താൽ മുദ്രവത്തപ്പെടുന്ന ഈ ഭവനം ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധവാടിയ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് ആശീർവദിക്കപ്പെട്ട് വെളിപ്പാക്കപ്പെടുന്നു. ആമീൻ. ആമീൻ.
ശുശ്രൂഷയിൽ സംബന്ധിച്ച ഞങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവേ, മനോഹരമായി പണിതീർത്തിയ ഈ ഭവനത്തില് ഭക്ഷണപദാർത്ഥങ്ങൾക്കായി ക്രമീകരിക്കുന്നതായ ഈ പ്രത്യേകമാകുന്ന അടുപ്പിൽ ഞങ്ങൾ ജീവൻ പകരുന്നു. ദയിപ്പിക്കുന്ന അഗ്നിയാവുന്നല്ലോ കർത്താവേ, ഒരു നേരത്തെ ഭക്ഷണത്തെ പോലെ ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവാകത്തോടെ എൻ്റെ മക്കളെ സഹായിക്കണമേ. പ്രവർത്തിക്കുന്നവരെയും താമസിക്കുന്നവരെയും എല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധമാക്കി ഇപ്പോഴും നാളും സ്നേഹ സ്തോത്രവും കരയിക്കുവാനായിട്ട് തന്നെ ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനശ്വരം ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രമാശ്രയം ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം